നമസ്കാരം. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെട്ട വൻ MDMA പണമിടപാട് കേസിൽ വടകര NTPS കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമായ ശേഷം അന്വേഷണം മറ്റ് പ്രതികളിലേക്ക് വ്യാപിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും അത് വിതരണം ചെയ്യുന്നവരുമായ നൂറുകണക്കിന് ആളുകൾ ഉൾപ്പെട്ട വൻ ശൃംഖലയാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം വൻതോതിൽ പണം സ്വീകരിച്ച് ലഹരി ശൃംഖല നിയന്ത്രിച്ചിരുന്ന വയനാട് ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബുവിനായുള്ള അന്വേഷണം എന്നാൽ ഇതുവരെ എങ്ങുമെത്തിയില്ല. ലഹരി വിൽപ്പനയുടെ സമാഹരിച്ച തുക വിദേശ നമ്പറുകളിലുള്ള വാട്സപ്പ് വഴിയും ഗൂഗിൾ പേ പോലെയുള്ള ഓൺലൈൻ പണമിടപാട് ഐഡികളിലൂടെയുമാണ് പ്രതികൾ കൈമാറിയിരുന്നത്. പിടിയിലായ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ പണം ഡെലിവറി ബോയ് ആയ ജിജിൽ കുര്യാക്കോസ് മുഖേന മുഖ്യകണ്ണിയായ വയനാട് ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. ജിജിൽ മാത്രം 6 മാസത്തിനിടെ കോടികളുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. അധ്യാപികമാർ പിടിയിലായ വിവരമറിഞ്ഞ് ഷിൻഡോ സംസ്ഥാനം വിട്ടതായാണ് സൂചന. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും നിലവിൽ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ചൊവ്വാഴ്ചയാണ് വടകര NTPS കോടതിയിൽ അന്വേഷണ സംഘം കീർത്തനയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയത്. വടകരയിൽ മുൻപ് കീർത്തന നടത്തിവന്ന ബൺമസ്ക കച്ചവട സ്ഥാപനം, ഫിറ്റ്നസ് സെന്റർ എന്നിവയ്ക്ക് പിന്നിൽ ലഹരി വിൽപ്പന നടന്നിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കസ്റ്റഡി ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കീർത്തന നടത്തിയിട്ടുള്ള ബംഗളൂരു യാത്രകളുടെ വിവരങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ്. കീർത്തനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലുടൻ റിമാൻഡിലുള്ള മറ്റ് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മൂവരെയും ഒരുമിച്ചിരുത്തുന്നതോടെ കേസിന്റെ പഴുതടച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. സർവശിക്ഷ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലാക്ക് റിസോഴ്സ് സെന്ററുകളിലെ പരിശീലകർ തന്നെ ലഹരി ശൃംഖലയിലെ കണ്ണികളായ സംഭവം വിദ്യാഭ്യാസ വകുപ്പിലും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പേരാമ്പ്ര BRCക്ക് പുറമെ മറ്റ് BRCകളുടെ പ്രവർത്തനവും നിയമന രീതികളും വിലയിരുത്താൻ സർവശിക്ഷ കേരള അഡീഷണൽ സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ റൂറൽ SP മെറിൻ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം വടകര ഇൻസ്പെക്ടർ AV ദിനേശ്, നാർക്കോട്ടിക് സെൽ DYSP T ഉത്തംദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിലെ അന്തർ സംസ്ഥാന ലഹരി ബന്ധങ്ങൾ പഴുതടച്ച് അന്വേഷിക്കുന്നത്. എന്തായാലും ടീച്ചർമാർ അത്ര ചെറിയ മീനുകളല്ല. 100 കണക്കിന് 200 കണക്കിന് സാമ്പത്തിക ഇടപാടുകളാണ് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിലെ പ്രധാന പ്രതിയായ ഷിൻഡോ വയനാട് സ്വദേശിയാണ്. അയാൾ സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്നാണ് സൂചന.